ഹലോ ഹലോ. അപ്പു സാറല്ലേ? അതെ. ഞാൻ സ്വപ്നക്കുട്ടിയിൽ നിന്ന് വിജയ വിളിക്കുന്നത്. നിങ്ങൾ സംസാരിച്ച ഞാൻ സംസാരിച്ചോ. ഹലോ, ഞാൻ പാറുവാ, പറഞ്ഞോ. അച്ഛന് തീർത്തും സുഖമില്ല. നിങ്ങൾ വന്ന് കൊണ്ടുപോകണം. നല്ല ട്രീറ്റ്മെന്റ് വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഒന്നും തോന്നരുത്. ഇപ്പൊ അച്ഛനെ അവിടെ നിന്ന് കൊണ്ടുവരാനോ ചികിത്സിക്കാനോ ഞങ്ങൾക്ക് നേരെയില്ല. എനിക്ക് അല്പം തിരക്കുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. അച്ഛന് 2 കിഡ്നിയും വീക്കാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം. തള്ളേ, നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? നിങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, വെളിയിലേക്ക് ഇറക്കി വിട്ടേക്ക്. എവിടെയാണോ തെണ്ടിത്തരം ജീവിച്ചോളൂ. ഇനി മേലിൽ അയാളുടെ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചേക്കരുത്. എല്ലാം കണ്ടുകൊണ്ട് ഒരാൾ മുകളിൽ ഇരിപ്പുണ്ട്. അച്ഛന്റെ ഈ അവസ്ഥ വരാതിരിക്കാൻ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നിങ്ങൾ നോക്കിയൊന്നും പേടിപ്പിക്കണ്ട. ഇപ്പൊ കൊണ്ട തല വെച്ചു കൊടുത്താൽ ഈ കുരിശ് നമ്മുടെ പടലിക്കിരിക്കും. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ വേണ്ട. അച്ഛാ, അച്ഛന് എവിടെ പോവാ? അച്ഛന് മുറുക്ക് വെളിയിൽ എങ്ങോട്ട് പോവാ? ഞാൻ പോകുവാ ഇവിടുന്ന്. അച്ഛൻ എങ്ങോട്ട് പോകണ്ട അച്ഛാ, അച്ഛൻ ഇങ്ങോട്ട് വാ. അച്ഛൻ അകത്തോട്ട് വാ. അച്ഛൻ പോയി കിടന്നേ. എന്നെ തടയണ്ട, എന്നെ വിട്ടേക്കൂ, ഞാൻ പോകുക. എന്താ അച്ഛാ പ്രശ്നം? എന്തുണ്ടായി? മോള് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എങ്ങോട്ടെങ്കിലും ഞാൻ പൊക്കോളാം. വേണ്ടച്ചാ, അച്ഛനെങ്ങും പോകുന്നില്ല. മറ്റുള്ള അച്ഛനമ്മമാരോടൊപ്പം അച്ഛനെയും ഞാൻ സംരക്ഷിച്ചോളാം. ഇതൊരു കഥ. ഇതുപോലെ ഓരോ അച്ഛനമ്മമാർക്കും പറയാൻ ഓരോ കഥകളുണ്ട്. ഇവിടെ താമസിക്കുന്ന അച്ഛനോ അമ്മയോ മരണപ്പെട്ടാൽ മരണവിവരം അറിയിച്ചാൽ തിരിഞ്ഞു നോക്കാത്ത മക്കളുണ്ട്. ബോഡി 3 ദിവസം ഞങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചു വെക്കും. അതിനുശേഷം കണ്ണീരോടെ ചടങ്ങുകൾ നടത്തുമ്പോൾ എൻ്റെ മനസ്സും തേങ്ങാറുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ കൊച്ചു കേരളത്തിന്റെ വ്യവസ്ഥിതി എന്താണ് ഇങ്ങനെയായി തീർന്നത്? ആരാണ് തെറ്റുകാർ?